ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 21. മരീചീർദമനോഹംസ സുപർണോ ഭുജഗോത്തമ ഹിരണ്യനാപസുതപ പത്മനാഭ പ്രജാപതി. മരീചീർദമനോഹംസ സുപർണോ ഭുജഗോത്തമ ഹിരണ്യനാപസുതപ പത്മനാഭ പ്രജാപതി. ഈ ശ്ലോകത്തില് 9 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ നാമം മരീചി. മരീചി എന്ന് വെച്ചാൽ പ്രകാശം, തേജസ് എന്നർത്ഥം. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു, തേജസ്വിനാമഭി തേജസ്ത്വാത് മരീചി. തേജസ്വികളുടെ എല്ലാം തേജസ്സായതുകൊണ്ട് മരീചി. ഇതിന് സമാനമായിട്ട് ഗീതയിൽ 15-ാം അധ്യായത്തിൽ 12-ാം ശ്ലോകത്തിൽ കൂടി പറയുന്നുണ്ട്. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യച്ചന്ദ്രമസി യച്ച് അഗ്നൗ തതു തേജോ വിദ്ധി മാമഹം. ആദിത്യനിലെ തേജസ് എൻ്റെ തേജസ്സാണ്. ഇത് ചന്ദ്രമതി, ഇത് ചന്ദ്രമസി. ഏതൊരു തേജസ്സാണോ ചന്ദ്രനിലുള്ളത്, യച്ച് അഗ്നൗ, ഏതൊന്നാണോ അഗ്നിയിലുള്ള തേജസ്, അതും എൻ്റെ തേജസ്സാണെന്നറിഞ്ഞാലും. അപ്പോൾ സൂര്യനും ചന്ദ്രനും അഗ്നിയും പ്രകാശം കൊടുക്കുന്നത് ആരാണോ അവനാണ് തേജസ്വിനാമഭി തേജഃ. അങ്ങനെ തേജോഭാവം ഉള്ളതുകൊണ്ടാണ് ഭഗവാന് നാമം മരീചിഹി എന്ന് വന്നത്. അടുത്തത് ദമനഃ. ദമം ചെയ്യുന്നവൻ, ദമനൻ. ദമിക്കുക എന്ന് വെച്ചാൽ അടക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെ അർത്ഥം. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു, സ്വാധികാരാത് പ്രമാധ്യേദീഹി പ്രജാഃ ദമയിദം ശീലം യസ്യ വൈവസ്വതാദിരൂപേണ ഇതി ദമനഃ. സ്വാധികാരാത് പ്രമാധ്യേദീഹി പ്രജാഃ. പ്രജാഃ എന്ന് വെച്ചാൽ എല്ലാ ലോകത്തിലുള്ള സർവ സൃഷ്ടിജാലങ്ങളും ഭഗവാന്റെ സന്തതികളാണ്. ബ്രഹ്മാവും ഇന്ദ്രനും വരുണും വായുവും അഗ്നിയും മറ്റെല്ലാ ജീവജാലങ്ങളും മനുഷ്യരും എല്ലാം ഭഗവാന്റെ പ്രജകളാണ്. ആ പ്രജകൾ സ്വാധികാരാത്, അവരവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന്, പ്രമാധ്യേദീഹി, പ്രമാദം എന്ന് വെച്ചാൽ വീഴ്ച എന്നർത്ഥം, ആലസ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ വീഴ്ച ഉണ്ടാകുമ്പോൾ ദമയിതും ശീലം യസ്യ, അവരെ നിയന്ത്രിക്കുന്ന ശീലമാർക്കാണോ, ഏതു രൂപത്തിലാണോ, വൈവസ്വതാദിരൂപേണ ഇതി ദമനഃ. വൈവസ്വതൻ എന്ന് പറഞ്ഞാൽ യമന്റെ പര്യായമാണ്. വിവസ്വാൻ സൂര്യനാണ്, സൂര്യന്റെ പുത്രനാണ് യമൻ. അപ്പൊ വൈവസ്വതൻ എന്ന മനുവിനും പേരുണ്ട്. വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് സൂര്യപുത്രന്മാർ. അപ്പോൾ ഇവിടെ യമൻ എന്ന അർത്ഥത്തിലാണ് വൈവസ്വതാദിരൂപേണ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. യമനാണ് ലോകത്തിൽ എല്ലാവരെയും ദണ്ഡിക്കുന്നതും ദമിക്കുന്നതും എന്ന സാരം. അപ്പൊ എല്ലാവരെയും നിയന്ത്രിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് യമനാണ്. അപ്പൊ നമ്മളൊക്കെ എന്ത് തെറ്റ് ചെയ്താലും കാലത്തിന്റെ ശിക്ഷ നമ്മൾക്ക് കിട്ടിയിരിക്കും, നല്ലത് ചെയ്താലും തെറ്റ് ചെയ്താലും. അത് ഈശ്വരനായ യമനാണ് നൽകുന്നത്. അതാണ് ഇവിടെ വൈവസ്വതാദിരൂപേണ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതി ദമനഃ. ഓരോരുത്തരെയും അവരുടെ ധർമ്മത്തിൽ നിന്നുകൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണോ അവൻ, ദമനഃ. അതാണ് ഭഗവാൻ. ഇനി അടുത്തത് ഹംസക. ഹംസക എന്ന അർത്ഥം പറയുകയാണെങ്കിൽ അരയന്നം എന്ന പക്ഷിയാണ്. ഭഗവാൻ അരയന്യത്തിന്റെ അവതാരം എടുത്തിട്ടുണ്ട്, ഹംസാവതാരം. ശ്രീമദ് ഭാഗവതത്തില് ഏകാദശ സ്കന്ധത്തിൽ
ഭഗവാൻ ഉദ്ധവന് ഉപദേശിക്കുന്ന സമയത്ത് 13-ാമത്തെ അധ്യായത്തിൽ ഹംസാവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്ലോകം 19 പറയുന്നുണ്ട്. സമാമചിന്തയദ്ദേവാ പ്രശ്നപാരതിതീർഷയാ തസ്യാഹം ഹംസരൂപേണ സാകാശ അഗമം തഥാ എന്നവിടെ പറയുന്നുണ്ട്. അപ്പം സനകാദികൾക്ക് സംശയം തീർത്തു കൊടുക്കാനായിക്കൊണ്ട് ബ്രഹ്മദേവൻ സാധിച്ചില്ല. ആ സമയത്ത് അച്ഛനായ ബ്രഹ്മദേവൻ തപസ് ചെയ്യുകയും ഭഗവാനെ തപസ് ചെയ്യുകയും അങ്ങനെ ആ സമയത്ത് ഭഗവാൻ അവിടെ ഹംസമായിട്ട് അവതരിക്കുകയും ചെയ്തു എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ സനകാദികളുടെ ചോദ്യങ്ങൾക്ക് തിരിച്ച് ചോദ്യങ്ങളിലൂടെ തന്നെ ഉത്തരം കൊടുത്തു. അങ്ങനെ അവരെ അറിവുള്ളവരാക്കി തീർത്തു. അതാണ് ഹംസാവതാരം. എന്നാൽ ഇവിടെ ആ അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഹം സദാ ഇതി താതാത്മിക പാവികഥ സംസാരഭയം ഹന്തി ഇതി ഹംസ എന്നാണ് ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത്. അഹം സദാ ഇതി താതാത്മിക പാവിക തഥ സംസാരഭയം ഹന്തി ഇതി ഹംസ. ഹന എന്ന ധാതുവിൽ നിന്നാണ് ഈ ഹംസ ശബ്ദമുണ്ടായത്, കൊല്ലുന്നു എന്നർത്ഥം. അഹം സദാ ഇതി താതാത്മിക പാവികഥ. അഹം സദാ എന്ന് പറഞ്ഞാൽ ഞാൻ അവനാകുന്നു, ഞാൻ ഈശ്വരനാകുന്നു എന്ന് ആരാണോ താതാത്മ്യത്തോടുകൂടി ഭഗവാനെ ധ്യാനിക്കുന്നത് അവരുടെ സംസാര ഭയത്തെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ, ഹനിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ഹംസക എന്ന നാമം. അപ്പൊ ഇവിടെ എന്തിനെയാണ് ഹനിക്കുന്നത്? സംസാര ഭയത്തെ, അജ്ഞാനത്തെ ഉന്മൂലനം ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം ഹംസക. ഇനി അടുത്തത് സുപർണക. ഇതേ നാമം ആവർത്തനം വരുന്നുണ്ട് 855-ാമത്തെ നാമമായിട്ട്. പർണം എന്നാൽ ചിറക് എന്നാണ് അർത്ഥം. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് ശോഭക പർണത്വാത് സുവർണക. നല്ല ഭംഗിയുള്ള ചിറകുള്ളത് കൊണ്ട് സുവർണക. ഇപ്പൊ ഗരുഡന് സുവർണൻ എന്ന് പര്യായമുണ്ട്. മുണ്ടകോപനിഷത്തില് 2 പക്ഷികളെ പറ്റി പറയുന്നുണ്ട്. ഒരേ വൃക്ഷത്തിൽ 2 പക്ഷികൾ ഇരിക്കുന്നു. ദ്വാ സുവർണൗ ശൗചൗ സുഖായൗ സമാനം വൃക്ഷം. ആ 2 പക്ഷികൾ, അതിൽ ഒരു പക്ഷി പറന്ന് നടന്ന് പലതരത്തിലുള്ള പഴങ്ങൾ ഭക്ഷിക്കുന്നു. അതിന് പല സ്വാദു കാരണം സുഖവും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നു. ചിലത് കയ്പുള്ളതായിരിക്കും, ചിലത് മധുരമുള്ളതായിരിക്കും, ചിലത് പുളിയുള്ളതായിരിക്കും. അപ്പം മധുരമുള്ളതാണെങ്കിൽ സന്തോഷം വരും, കഴിക്കുമ്പോൾ ദുഃഖം വരും. അങ്ങനെ ആ പക്ഷിയിൽ കൂടി അത് പ്രകടമാകുന്നു. മറ്റേ പക്ഷി എന്താണ് ചെയ്യുന്നത്? മുകളിലത്തെ ആ വൃക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം സാക്ഷിയായി കാണുന്നു. അത് സന്തോഷമായിട്ടിരിക്കുന്നു. ആ മുകളിൽ ഇരിക്കുന്ന പക്ഷിയാണ് ഇവിടെ സുപർണക എന്ന് വെളിവാക്കിയിരിക്കുന്നത്. അതാണ് ഇവിടെ അർത്ഥമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുകളിലിരിക്കുന്ന പക്ഷി സാക്ഷിയായി ഇരിക്കുന്നത് പരമാത്മാവും, താഴെ ഇങ്ങനെ പഴങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പക്ഷി ജീവാത്മാവും. അപ്പൊ ജീവാത്മാവാകുന്ന പക്ഷി താഴെ പറന്നു നടക്കുന്നു എന്ന് വെച്ചാൽ അജ്ഞാനത്താൽ അതിങ്ങനെ നടക്കുന്നു. പരിധി മുകളിൽ ഇരിക്കുന്നത് അത് സന്തോഷത്തോടുകൂടി അനങ്ങാതെ ഇരുന്ന് എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്നു. അതാണ് പരമാത്മാവ്. അപ്പൊ അങ്ങനെ ഭഗവാന് സുവർണക എന്ന നാമം. അപ്പൊ മുകളിലിരിക്കുന്ന പക്ഷി ജ്ഞാനിയാണ്.
എന്ന് നമ്മൾ കരുതണം. അടുത്തത് ഭുജഗോത്തമഃ. ഇത് 193 നാമം. ഭുജകം എന്നാൽ നാഗങ്ങൾ, സർപ്പങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഭുജഗ ശബ്ദത്തിന് വളഞ്ഞത് എന്നാണ് അർത്ഥം, വളഞ്ഞു ഗമിക്കുന്നത്. നാഗങ്ങളിൽ വെച്ച് ഉത്തമഃ ഭുജേന ഗച്ഛതാം ഉത്തമോ ഭുജഗോത്തമഃ. വളഞ്ഞതിൽ വെച്ച് ശ്രേഷ്ഠമായിരിക്കുന്നത് ഭുജഗോത്തമം. ഭുജങ്ങളിൽ വെച്ച് ശ്രേഷ്ഠൻ അനന്തൻ, ആദിശേഷൻ. അപ്പൊ ഭഗവാന്റെ തന്നെ ഒരു അംശമാണ് ഈ ആദിശേഷൻ. സർപ്പം ശക്തിയുടെ പ്രതീകമായിട്ട് നമ്മൾ കാണണം. അപ്പൊ ആദിയും അന്തവും ഇല്ലാത്തവൻ ഭുജഗോത്തമൻ. ഇനി അടുത്തത് ഹിരണ്യനാഭഃ. ഹിരണ്യം എന്നാൽ സ്വർണം, സ്വർണം പോലെയുള്ള നാഭിയോടുകൂടിയവൻ. ഭഗവാന്റെ നാഭി സ്വർണം പോലെ പ്രകാശിക്കുന്നു. അപ്പൊ ഹിരണ്യം എന്നാൽ പ്രകാശം എന്നും അർത്ഥമുണ്ട്. അമൂല്യമായ ചൈതന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഹിരണ്യനാഭക എന്ന നാമം വന്നിരിക്കുന്നത്. നാഭി എന്നാൽ ചക്രത്തിൻ്റെ കേന്ദ്രം എന്നർത്ഥം. അപ്പോൾ ഈ ലോകം ഒരു സംസാര ചക്രമാണ്. ആ ചക്രത്തിൻ്റെ കേന്ദ്രമാണ് നാഭി. ഈ ലോകചക്രത്തിൻ്റെ ചൈതന്യമാണ് നാഭി. അതാണ് ഭഗവാൻ. ഇനി അടുത്തത് സുതപ. ഇവിടെ സു സകാരാന്ത ശബ്ദമാണ്. ഇവിടെ ദീർഘമായിട്ട് പറഞ്ഞിരിക്കുവാണ് സുതപ. വിസർഗത്തോടെ നമ്മൾ ഉച്ചരിക്കണം. അവിടെ രണ്ട് കുത്തുണ്ട്, സുതപ. അപ്പൊ നല്ലതുപോലെയുള്ള തപസ് ആർക്കാണോ ഉള്ളത് ആ ആളിന് സുതപ എന്ന് നാമം. തപസ് എന്നാൽ ഇവിടെ ത്യാഗമാണ്. ത്യാഗവും അല്പം വേദനയും ക്ലേശവും നഷ്ടവും ഒക്കെ സഹിച്ചുകൊണ്ടുള്ള അനുഷ്ഠാനങ്ങളെയാണ് തപസ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് പലതും ഉപേക്ഷിക്കേണ്ടി വരും, ഇഷ്ടമല്ലാത്തതിനെ ഉൾക്കൊണ്ടതായിട്ടും വരും. അപ്പൊ അല്പം ക്ലേശമുള്ള പ്രവൃത്തി ആണ് തപസ് എന്ന് പറയുന്നത്. നാരായണീയത്തിൽ കൂടി ദശകം 16 നമുക്ക് കാണാൻ സാധിക്കും. നരനാരായണ മൂർത്തികളായ ഭഗവാൻ കഠിനമായ തപസ് അനുഷ്ഠിച്ച് ലോകത്തിന് മാതൃക കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴും നരനാരായണന്മാര് ബദരിയാശ്രമത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ലോകം. അപ്പൊ തപസ് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള അവതാരമായിരുന്നു നരനാരായണ മൂർത്തിമാരുടെ അവതാരം. സഹസ്രകവചൻ എന്ന അസുരനെ വധിക്കുവാനായിട്ട് രണ്ടുപേരും മാറി മാറി തപസ് ചെയ്തു. ഒരാൾ 1000 വർഷം തപസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ 1000 വർഷം യുദ്ധം ചെയ്യും. അങ്ങനെ യുദ്ധം ചെയ്തയാൾ 1000 വർഷം തപസ് ചെയ്യുമ്പോൾ തപസ് ചെയ്തയാൾ യുദ്ധം ചെയ്യും. ഇങ്ങനെ മാറി മാറി യുദ്ധം ചെയ്തിട്ടാണ് സഹസ്രകവചനെ ആ അസുരന്റെ കവചങ്ങൾ ഓരോന്നായി പൊട്ടിക്കുന്നത്. അപ്പോൾ ഒരു കവചം പൊട്ടിക്കണമെങ്കിൽ 1000 വർഷം തപസ് ചെയ്യണം, 1000 വർഷം യുദ്ധം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു കവചം പൊട്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ നരനാരായണ മൂർത്തികളായ ഭഗവാൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് യുദ്ധവും തപസ്സും മാറി മാറി ചെയ്തുകൊണ്ട് സഹസ്രകവചനെ വധിച്ചു കളയുകയാണ്. ഇനി അടുത്തത് തപസ് പല വിധത്തിലുണ്ട്. മനസ്സും ഇന്ദ്രിയങ്ങളും ഏകാഗ്രമാക്കുന്നതാണ് പരമമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സും ഇന്ദ്രിയവും ഒക്കെ അടക്കി നിർത്തുന്നതിനെയാണ് തപസ്. അതിനാണ് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നതെന്ന് സാരം. അപ്പൊ ജ്ഞാനവും ചിന്തയും സങ്കല്പവും ഒക്കെ തപസ്സാണ്. ഇനി അടുത്തത് പത്മനാഭ. ഇത് ഒരു പ്രാവശ്യം വന്ന നാമമാണ്, 48ാമത്തെ നാമം. വീണ്ടും 146 വീണ്ടും ഈ നാമം വരുന്നുണ്ട്.
അപ്പൊ അവിടെ 48-ാമതിൽ നമ്മൾ അർത്ഥം കണ്ടത് ആരുടെ നാഭിയിലാണോ പത്മമുള്ളത് അവൻ പത്മനാഭൻ എന്നാണ് അവിടെ അർത്ഥം കണ്ടത്. ഇവിടെ അർത്ഥം പറയുന്നത് പത്മം ഇവ സുവർത്തുള നാഭിഹി അസ്യ ഇതി പത്മനാഭ. മറ്റൊരർത്ഥം പറയുന്നത് ഹൃദയനാഭൗ മധ്യേ പ്രകാശമാനത്വാ ത്വാം പത്മനാഭ. അപ്പൊ പത്മം പോലെ നല്ല വൃത്താകൃതിയിലുള്ള നാഭി ആർക്കാണോ ഉള്ളത് അവൻ പത്മനാഭൻ. ഭഗവാന്റെ ആഴമേറിയ നാഭിയാണ് അത്. താമര പോലെ ഇരിക്കുന്നു. ആ നാഭിയിൽ നിന്നാണ് മറ്റൊരു താമര പൊങ്ങി വന്നത്. അപ്പൊ ലോകരൂപമായ താമര. ഇനി മറ്റൊരർത്ഥം പറഞ്ഞത് ഹൃദയപത്മസ്യ നാഭൗ ഇതി പ്രകാശമന്യത്വാത് പത്മനാഭ. ധ്യാനിക്കുന്ന ഹൃദയത്തെ പത്മമായിട്ട് സങ്കല്പിക്കാറുണ്ട്. ഭഗവാനെ ആര് ഒക്കെ ധ്യാനിക്കുന്നുവോ അവരുടെ ഹൃദയകമലം, നാഭി എന്ന് വെച്ചാൽ മധ്യം എന്നും അർത്ഥമുണ്ട്, മധ്യത്തിൽ. അപ്പൊ നാഭൗ മധ്യേ, ആ പത്മത്തിന്റെ മധ്യത്തിൽ പ്രകാശിക്കുന്നവൻ പത്മനാഭൻ. ഇതിന് സമാനമായ ശ്ലോകം ഭഗവത്ഗീതയില് 15-ാം അധ്യായത്തിലെ 15-ാം ശ്ലോകത്തിൽ കൂടി പറയുന്നുണ്ട്. സർവസ്യ ജാഗം ഹൃദി സന്നിവിഷ്ടോ എന്ന് പറയുന്നുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ സന്നിവേശിക്കുന്നു. ആ ഹൃദയകമലത്തിൽ കുടികൊള്ളുന്നവൻ പത്മനാഭൻ എന്ന് ഭഗവാന് നാമം. ഇനി അടുത്തത് പ്രജാപതി, പ്രജകളുടെ പതി. പതി എന്ന് വെച്ചാൽ പിതാവ് എന്നർത്ഥം. അപ്പൊ എല്ലാ ജീവജാലങ്ങളും പ്രജകളാണ്. പ്രകർഷേണ ജായതേ ഇതി പ്രജ, നന്നായി ജനിച്ചത് അതാണ് പ്രജ. അപ്പൊ മനുഷ്യരും മറ്റു ജന്തുക്കളും എല്ലാം സർവചരാചരങ്ങളും പ്രജകളാണ്. അപ്പൊ ജനിച്ച സർവചരാചരങ്ങളുടെയും പതിയാണ് ഭഗവാൻ. എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് നാമം പ്രജാപതി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 22. അമൃത്യു സർവദൃശ്യംഹ സന്ദാത സന്ധിമാൻ സ്ഥിര അജോ ദുർമക്ഷണശാസ്ത വിശ്രുതാത്മാസുരാരിക. അമൃത്യു സർവദൃക് സിംഹ സന്ദാത സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണശാസ്ത വിശ്രുതാത്മാസുരാരിക. ഇതിൽ 11 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ നാമം അമൃത്യുഹു. അമൃത്യുഹു, മൃത്യു എന്നാൽ മരണം, അപ്പം നാശം എന്നൊക്കെ അർത്ഥം. അപ്പം മരണമില്ലാത്തതാർക്കാണോ അവൻ അമൃത്യുഹു. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു. മൃത്യുഹു വിനാശഃ തത് ഹേതുഹു വാ അസ്യ ന വിദ്യതേ ഇതി അമൃത്യുഹു. മൃത്യുഹു വിനാശം തത് ഹേതുഹു, നാശത്തിൻ്റെ കാരണവും, അസ്യ ന വിദ്യതേ അവന് കാണാനില്ല. അപ്പം അതുകൊണ്ട് അവൻ അമൃത്യുഹു. അതായത് മരണത്തിന് ആരാണോ വിധേയനാകാത്തത് അവൻ അമൃത്യുഹു. അപ്പം യമനാണ് മരണത്തിൻ്റെ ദേവത. അപ്പം ഈ ഭൂമിയിലുണ്ടായിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ നാശമുണ്ട്. ഈ നാശത്തെ ഇല്ലാതാക്കാൻ ഒരു വസ്തുവിനും ആകില്ല. എന്നാൽ ഭഗവാന് നാശമില്ല, മരണമില്ല. അതുകൊണ്ട് ഭഗവാന് അമൃത്യുഹു എന്ന് നാമം. അപ്പം നമ്മളൊക്കെ ജനിക്കുന്നത് അവരവരുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ കൊണ്ടാണ്. ആ ജന്മമെടുക്കുമ്പോൾ ഇന്നത് അനുഭവിക്കണം, അതിനായിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ആ അനുഭവങ്ങൾ അനുഭവിച്ചു തീർന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മരണം സംഭവിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾക്ക് അതിനു മുമ്പ് മരിക്കണമെന്ന് തോന്നിയാലും
ആ മരണത്തെ വിട്ടുപോകുവാൻ നമുക്ക് സാധ്യമല്ല. അപ്പം നമ്മുടെ കർമ്മങ്ങൾ അനുഭവിച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഈ ലോകത്തിൽ നിന്നും വിട്ടുപോകുവാൻ സാധ്യമാകൂ. നമ്മൾ ഒരു കൂട്ടം കർമ്മഫലങ്ങളുമായിട്ടാണ് ജന്മം എടുത്തിരിക്കുന്നത്. അത് പല ഘട്ടങ്ങളായി നമ്മൾ അനുഭവിച്ചു തീർക്കുന്നു. കർമ്മത്തിൻ്റെ ഫലമായി പ്രാരബ്ധ കർമ്മത്താൽ ഉണ്ടാകുന്നതാണ് ഈ ജീവജാലങ്ങളും അടക്കമുള്ള ഈ ശരീരവും. എന്നാൽ ഈശ്വരൻ കർമ്മഫലമായിട്ടുണ്ടാകുന്നതല്ല. ഈശ്വരന് ശരീരമില്ല. എല്ലാ ശരീരങ്ങളിലൂടെയും ഈശ്വരൻ പ്രകാശിക്കുന്നു. ഈശ്വരൻ സ്വയം ശരീരമുള്ളവനല്ല. എന്നാൽ ഭഗവാൻ ഏത് ശരീരം കൊണ്ടും ശരീരമെടുക്കുവാൻ സാധിക്കും. നമ്മളെന്നാൽ അങ്ങനെയല്ല. നമ്മളൊരു ശരീരത്തിൽ മാത്രം ബന്ധിക്കപ്പെട്ടവരാണ്. നമ്മളിവിടെ മനുഷ്യരായി ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ആനയോ പക്ഷിയോ ഒന്നുമാകാൻ സാധിക്കുകയില്ല. നമ്മൾ മനുഷ്യർ മാത്രമാണ്. എന്നാൽ ഈശ്വരൻ അങ്ങനെയല്ല. ഭഗവാൻ ഇഷ്ടത്തിനനുസരിച്ച് രൂപമെടുക്കുവാൻ സാധിക്കും. കാരണം ഭഗവാന് രൂപമില്ലാത്തത് കൊണ്ട്. നിയതമായിട്ടൊരു രൂപത്തിൽ ഭഗവാൻ ബന്ധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ ഏതു രൂപമെടുക്കുവാനുള്ള ശക്തിയും ഭഗവാനുണ്ട്. അപ്പൊ ഭഗവാൻ ജനിക്കാത്തത് കൊണ്ട് ഭഗവാന് മരണമില്ല എന്ന് ഗീതയിലെ ഈ അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ 6-ാം ശ്ലോകത്തിൽ കൂടി പറയുന്നുണ്ട്. അജോബി സൻ അവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭാവാമ്യ ആത്മമായയാം. അപ്പം അവിടെ പറയുന്നത് ഞാൻ ജനിക്കാത്തതും നശിക്കാത്തതുമാകുന്നു. ഞാൻ പ്രകൃതിയെ എൻ്റെ തന്നെ ശക്തിയായ മായയെ പിടിച്ചുകൊണ്ട് അവതാരങ്ങൾ എടുക്കുന്നു. അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ ആ ശരീരത്തെ ഡിസ്പോസ് ചെയ്യുന്നു. അപ്പം ഭഗവാൻ വേഷം കെട്ടുന്നതിനെ ആണ് അവതാരം എന്ന് പറയുന്നത്. ഓരോരോ കാര്യത്തിനു വേണ്ടി, ഓരോരോ ലക്ഷ്യത്തിനു വേണ്ടി ഭഗവാൻ വേഷം കെട്ടി ഇറങ്ങുന്നു. ഒരു അഭിനയം മാത്രമാണ് ആ സമയത്തുണ്ടാകുന്നത്. അപ്പം ജനന മരണങ്ങളില്ല ഭഗവാന്. സ്വേച്ഛയാ ശരീരം എടുക്കുന്നു, സ്വേച്ഛയാ ശരീരം ഉപേക്ഷിച്ചു പോകുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം അമൃത്യുഹു. ഇനി അടുത്തത് സർവദൃക്. സർവദൃക് എന്ന് വെച്ചാൽ എല്ലാം കാണുന്നവൻ. സർവം പശ്യതി ഇതി സർവദൃക്. ആചാര്യ ഭഗവത്പാദർ പറയുന്നത് സർവപ്രാണീനാം കൃതാകൃതം പശ്യതി സ്വാഭാവികേത ബോധേന ഇത സർവദൃക് എന്ന് പറയുന്നുണ്ട് അവിടെ. സർവപ്രാണിനാം കൃതാകൃതം പശ്യതി സ്വാഭാവികേത ബോധേന ഇതി സർവദൃക്. സർവപ്രാണിനാം കൃതാകൃതം പശ്യതി. എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണികളുടെയും കൃതവും അകൃതവും സൽക്കർമ്മങ്ങളും പുണ്യപാപങ്ങളും എല്ലാം തന്നെ കാണുന്നു. സ്വാഭാവികേത ബോധേന, ഭഗവാന്റെ സ്വാഭാവികമായ ജ്ഞാനം കൊണ്ട് കാണുന്നു. അതുകൊണ്ട് ഭഗവാന് സർവദൃക് എന്ന് പേര്. അപ്പം നമ്മളൊന്നും സർവദൃക്കല്ല. നമ്മൾക്ക് പരിമിതികളുണ്ട്. നമ്മൾക്ക് നമ്മുടെ കണ്ണിന് മുമ്പിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കർമ്മങ്ങളുടെ ഫലം നമ്മളെ സംബന്ധിച്ച് കാണാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലം അത് അദൃഷ്ടമായിട്ടിരിക്കുന്നു. കർമ്മഫലത്തെ സംസ്കൃതത്തിൽ പറയുന്നുണ്ട്, അദൃഷ്ടമെന്നും പറയും. അത്
പുണ്യവും പാപവുമാകാം. അപ്പൊ പാപം ചെയ്തതിൻ്റെ കർമ്മം എപ്പോഴാണ് ദുരിതമായി വന്നു ഭവിക്കുന്നതെന്ന് പറയാൻ സാധ്യമല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നമ്മൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ പാപത്തിൻ്റെ ഫലമായിട്ടുള്ള ആ ദുഃഖം വന്നു വീഴുക. അതുപോലെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള സൽക്കർമ്മത്തിൻ്റെ ഫലവും എപ്പോഴാണ് നമുക്ക് പ്രയോജനപ്പെടുക എന്നറിയുകയില്ല. അതാണ് ചിലപ്പോൾ ചിലർക്ക് ലോട്ടറി അടിച്ചു എന്നതുപോലെ ഭാഗ്യം വന്നു ചേരുന്നത്. അപ്പം അത് യാദൃച്ഛികമല്ല. നമ്മൾ മുമ്പ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അദൃഷ്ടമായത് ദൃഷ്ടമാകുന്നു എന്ന് ഓർത്താൽ മതി. അപ്പം സുഖഫലവും ദുഃഖഫലവും എല്ലാം അങ്ങനെയാണ് വന്നു ചേരുന്നത്. അതിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഭഗവാന് ഇതെല്ലാം കാണാൻ, വർത്തമാനത്തിലെയും ഭാവിയിലേതും ഭൂതത്തിലേതും എല്ലാം നടക്കുന്ന സംഭവം ഭഗവാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാന് നാമം സർവദൃക്. ഇനി അടുത്തത് സിംഹ. സിംഹ എന്ന് പറഞ്ഞാൽ ഹിംസിക്കുന്നവൻ. ഹിനസ്തി എന്ന ധാതുവിൽ നിന്നാണ് ഈ ക്രിയാരൂപം ഉണ്ടായിരിക്കുന്നത്. സിംഹ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് ഹിനസ്തി. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് ഹിനസ്തി സ്മരണമാത്രേണ സംസ്തപാപാനി ഇതി സിംഹ. ഏതൊരു ഭഗവാനെ സ്മരിച്ചാലാണോ നമ്മുടെ സർവപാപങ്ങളും നശിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാന്റെ പേരാണ് സിംഹ. ഇവിടെ സിംഹം മറ്റു ജന്തുക്കളെ ഒക്കെ കൊല്ലിക്കുവാനാണ്. അതുപോലെ ഭഗവാന്റെ സ്മരണം മാത്രം കൊണ്ട് സർവപാപങ്ങളും നശിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് സിംഹ എന്ന നാമം. അടുത്തത് സന്താത. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് കർമ്മഫലൈഹി പുരുഷാൻ സന്തത്തെ ഇതി സന്താത. കർമ്മഫലങ്ങളോട് നമ്മൾ മനുഷ്യന്മാരെ സന്ധിപ്പിക്കുവാൻ, സന്തത്തെ എന്ന് വെച്ചാൽ സന്താനം ചെയ്യുക എന്നർത്ഥം. ഇത് സന്താത. സന്ധി എന്നാൽ ചേർക്കുക എന്നർത്ഥം, കൂട്ടി യോജിപ്പിക്കുക. അത് ചെയ്യുന്നവനാരോ അവൻ സന്താത. അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്. സൃഷ്ടിയിൽ എല്ലാത്തിനെയും കോർത്തിണക്കുന്നവൻ ഭഗവാൻ തന്നെയാണ്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ലോകത്തെ ചേർത്ത് വയ്ക്കുന്നവൻ ഭഗവാൻ. അതിന് ഉദാഹരണമായിട്ട് ഗീതയിലും പറയുന്നുണ്ട്. 8-ാം അധ്യായത്തില് കൂടി പറയുന്നുണ്ട്. മയി സർവമിദം പ്രോഥം സൂത്രേ മണിഗണായിവ എന്ന് പറയുന്നുണ്ട്. മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. ഈ ലോകം മുഴുവൻ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. നൂലിൽ മുത്തുമണി കോർത്തിരിക്കുന്നത് പോലെ നമ്മളെല്ലാം സർവചരാചരങ്ങളും ഭഗവാൻ കോർത്തു വെച്ചിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ ഈ മണികളാകുന്ന ഈ കോർത്തു വച്ചിരിക്കുന്ന നൂലാണ് ഭഗവാൻ എന്ന് സാരം. അപ്പൊ ഇവിടെ ആചാര്യ ഭഗവത്പാദര് പറയുന്നു കർമ്മഫലൈഹി പുരുഷേ സന്തത്തെ ഇതി സന്താത. നമ്മുടെ കർമ്മഫലങ്ങളോടുകൂടെ
നമ്മളെ ബന്ധിപ്പിക്കുവാനാണ് ഭഗവാൻ. അപ്പം നമ്മൾക്കറിയില്ല നമ്മുടെ കർമ്മഫലങ്ങൾ എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന്. അത് കൃത്യമായിട്ട് അതിൻ്റെ ഫലം നമുക്ക് തന്നെ വന്നു ചേരും. നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ഫലങ്ങൾ നമുക്ക് തിരിച്ചു വന്നു ചേരും. എങ്ങനെയാണോ ഒരു തള്ളപ്പശു അതിൻ്റെ കുട്ടിയെ ഏത് കുട്ടികളുടെ കൂട്ടത്തിൽ നിന്നും ആ കുട്ടി തള്ളപ്പശുവിനെ തിരിച്ചറിയുന്നത്, അതുപോലെ കർമ്മഫലങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് തന്നെ വന്നു ചേരുന്നു. അപ്പൊ കർമ്മഫലങ്ങളുമായി നമ്മളെ ഏത് കാലത്ത് ഏത് ദേശത്ത് ഏത് കർമ്മഫലം അനുഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. അപ്പോൾ അതാത് കാലത്ത് അതാത് ദേശത്ത് വെച്ച് ആ കർമ്മഫലങ്ങളുമായി ഈശ്വരൻ ചേർത്തു വയ്ക്കുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം സന്താത എന്ന് പേര്. ഇനി അടുത്തത് സന്ധിമ. ഇത് 202 നാമമാണ്. കഴിഞ്ഞ നാമം പറഞ്ഞത് സന്താത എന്നായിരുന്നു. അവിടെ പറഞ്ഞത് എന്താണ്? ഫലങ്ങളോടുകൂടി ജീവന്മാരെ ബന്ധിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് സന്താത എന്ന് പറഞ്ഞു വെച്ചത്. ഇവിടെ സന്ധിമ. ഫലഭോക്ത സഖയേവ ഇതി സന്ധിമ. ഇവിടെ പറയുന്നു കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്ന ജീവൻ ഫലഭോക്താവും സയേവ ഇതി, സന്ധി ചെയ്യപ്പെടുന്നവൻ, സന്ധിയാൽ ബാധിക്കപ്പെടുന്നവൻ, ആരിലാണോ ചേർത്തു വയ്ക്കുന്നവൻ, അത് അനുഭവിക്കുന്നവൻ, അവരെയാണ് സന്ധിമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജീവൻ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ഭോക്താവ് തന്നെയാണ് സന്ധിമാൻ എന്ന പദത്തിന് അർത്ഥം. ഓരോ ദേഹങ്ങളിലും ക്ഷേത്രജ്ഞനായി ജീവനായി ഈ ഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നവൻ സന്ധിമാൻ. അപ്പൊ ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെയും കർമ്മങ്ങളെ ചേർത്ത് വയ്ക്കുന്നത്. അതനുഭവിക്കുന്ന ഭോക്താവും ഭഗവാൻ തന്നെയാണ്. ഇനി അടുത്തത് സ്ഥിരഹ. സ്ഥിരഹ എന്ന് പറഞ്ഞാൽ സദാ ഏകരൂപത്വാത് സ്ഥിരഹ, എപ്പോഴും ഒരേ ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് സ്ഥിരഹ. ഭഗവാൻ ആത്മസ്വരൂപനാണ്. സദാ ഏകരൂപത്വാത്, സദാ ഏകരൂപത്വാത്, ഒരേ ഭാവത്തിൽ ഇരിക്കുന്നു. ഈ ലോകത്തിലുള്ള സർവവും മാറിക്കൊണ്ടിരിക്കുന്ന, അതാണ് എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അതിൻ്റെ കേന്ദ്രമായിരിക്കുന്ന ഭഗവാനോ ചലിക്കാതെ എല്ലാ ചലനങ്ങളും കേന്ദ്രമായി ആധാരമായിട്ടിരിക്കുന്നു. ഭഗവാന്റെ മുകളിൽ പല ചലനങ്ങൾ നടക്കുമ്പോഴും ഭഗവാൻ ആ ചലനങ്ങൾക്കെല്ലാം ആധാരമായിട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ട്രെയിന് ഓടണമെങ്കിൽ ഉറച്ച ഒരു പ്രതലം വേണം. ആ പാളം ഉറച്ചതാണെങ്കിൽ മാത്രമേ ട്രെയിൻ അതിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പാളം ഇളകിയതാണെങ്കിലോ ട്രെയിൻ ഓടാൻ സാധിക്കുമോ? അപ്പൊ ഇളകാത്ത പാളത്തിലാണ് ഇളകുന്ന ട്രെയിൻ ഓടുന്നത്. എന്നതുപോലെ ഇവിടെ പ്രപഞ്ചം ഒരു ട്രെയിനാണെന്ന് സങ്കല്പിച്ചാൽ, ഈ പ്രപഞ്ചം ഏതൊരു പാളത്തിലാണോ ഓടുന്നത് ആ പാളമാണ് ഈശ്വരൻ. ആ പാളം ഓടുന്നില്ല. ഇവിടെ ഈശോവാസോപനിഷത്തിൽ പറയുന്നുണ്ട്, തദേതേ ജതിൻ നൈജതി തദ്ദൂരേ തത് അന്തികേ, തദേതേ ജതിതൻ നൈജതി തദ്ദൂരേ തത് അന്തികേ. അത് ചലിക്കുന്നു, അത് ചലിക്കുന്നില്ല. അപ്പം
ചലിക്കുന്ന വിശ്വവും ഭഗവാൻ തന്നെയാണ്. ഈ വിശ്വത്തിന് ചലിക്കാത്തതായ വസ്തുവായിട്ടും ചലനങ്ങളെല്ലാം കേന്ദ്രമായി വർദ്ധിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് നാമം സ്ഥിരഃ. ഇനി അടുത്തത് അജാഹ. ഇത് 95ാമത് വന്ന നാമമാണ്. ഇനി ഇത് 521 വരുന്നുണ്ട്. അജഹ എന്നാൽ ജന്മമില്ലാത്തവൻ എന്നാണ് 95ാമത്തെ നാമത്തിൽ നമ്മൾ കണ്ടത്. ഇവിടെ അർത്ഥം പറയുന്നത് അജതി രക്ഷതേതി അജഹ. അജിക്കുക എന്നാൽ ഗമിക്കുക എന്നാണ് ഇവിടെ അർത്ഥം പറയുന്നത്. ഗമഹം എന്ന ധാതുവിനോട് ചേർന്നാണ് അജിതി എന്ന ശബ്ദമുണ്ടായത്. അപ്പോൾ ഭഗവാനാകട്ടെ ഗമിക്കുന്നവനാണ്. സ്ഥിരക എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ. സ്ഥിരക എന്ന് പറഞ്ഞാൽ ചലനമില്ലാത്തവൻ, എപ്പോഴും ഒരേ ഭാവത്തിൽ മാറാതെ ഇരിക്കുന്നവൻ. അജഹ എന്ന് പറഞ്ഞപ്പോൾ ഗമിച്ചുകൊണ്ടിരിക്കുന്നത്, ജഗത്ത് ഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ജഗത്ത് രൂപത്തിൽ ഇരിക്കുന്നതും ആ ജഗത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നതും ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ ഏത് രൂപത്തിൽ ഗമിക്കുന്നു? ഭക്തഹൃദയങ്ങളിൽ ഭഗവാൻ ഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാന് നാമം അജഹ. അപ്പൊ ജീവന്മാരുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ പ്രവേശിച്ചു കുടികൊള്ളുന്നു. അതും ഒരു ഗമനമാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് എല്ലാത്തിലേക്കും ഗമിച്ചു ഭഗവാൻ. തത് സൃഷ്ടവ തത് ദേവാനുപ്രാവിശത് എന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. തത് സൃഷ്ടവ തത് ദേവാനുപ്രാവിശത്. ബ്രഹ്മം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിലെല്ലാത്തിലും അനുപ്രവേശിച്ചു. അതുപോലെ ഗീതയിലും പറയുന്നുണ്ട്. 14ാം അധ്യായത്തിലെ 15ാം ശ്ലോകത്തിൽ കൂടി പറയുന്നുണ്ട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടാഹ. എല്ലാവരുടെയും ഹൃദയത്തിൽ സന്നിവേശിച്ചിരിക്കുന്നു. ഗമനാദജഹ. ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടും ഭഗവാന് നാമം അജൻ. ഇനി അടുത്തത് ദുർമർഷണഃ. ദുർമർഷതഃ എന്ന് പറഞ്ഞാൽ മർഷിതും ന ശക്യതേയിതി ദുർമർഷണഃ. മർഷിക്കുക എന്നാൽ കീഴ്പ്പെടുത്തുക, അതിക്രമിക്കുക എന്നൊക്കെ അർത്ഥം. ഇവിടെ മർഷിതും ന ശക്യതേ, ഭഗവാനെ കീഴ്പ്പെടുത്തുവാനോ അതിക്രമിക്കുവാനോ സാധ്യമല്ല. ഭഗവാനെ പിടിച്ചടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാന് നാമം ദുർമർഷണഃ. ഇനി അടുത്തത് ശാസ്ത. ശാസനകർത്താ ശാസ്ത. ശ്രുതി സ്മൃത്യാഭിഃ സർവവേഷാം അനിഷ്ടം കരോതി ഇതി ശാസ്ത. ശാസനകർത്താ ശാസ്ത ശ്രുതി സ്മൃത്യാഭിഃ സർവേഷാം അനുശിഷ്ടം കരോതി ഇതി ശാസ്ത. അപ്പൊ ശാസനകർത്ത, ശാസിക്കുന്നവൻ, ഉപദേശിക്കുന്നവൻ. ശ്രുതി സ്മൃത്യാഭിഃ, ശ്രുതിയും സ്മൃതിയും മുതലാവയെ കൊണ്ട് സർവവേഷാം അനുശിഷ്ട കരോതി, എല്ലാവർക്കും അനുശിഷ്ടയെ കരോതി. കരോതി എന്ന് വെച്ചാൽ ചെയ്യുക എന്നർത്ഥം. അപ്പൊ എല്ലാവർക്കും അനുശിഷ്ടമായതിനെ ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം ശാസ്ത. അപ്പൊ എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗദർശനമാണ് വേദങ്ങളും ഈ വ്യാഖ്യാനിച്ചിട്ടുള്ള സ്മൃതികളും ഇതിഹാസ പുരാണങ്ങളും എല്ലാം എന്ന് സാരം. അതിനെയാണ് നമ്മൾ ശാസ്ത്രങ്ങൾ എന്ന് മൊത്തത്തിൽ വിളിക്കുന്നത്.
ശാസ്ത്രങ്ങളെല്ലാം ആരുടെ ഉപദേശമാണ്? ഭഗവാന്റെ. ഇതെല്ലാം സൃഷ്ടികർത്താവിൻ്റെ വാക്കുകളാണ്. എപ്രകാരമാണോ ഏതെങ്കിലും ഒരു നിർവഹിച്ച ഒരു വസ്തു നമ്മൾ വാങ്ങുമ്പോൾ, ആ വസ്തു വാങ്ങുന്നതിനെ സംബന്ധിച്ച് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ബുക്ക്ലെറ്റ് അതിൻ്റെ കൂടെ കാണും, ഇല്ലേ, നമ്മൾ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന രീതിയെല്ലാം അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്തുകൂടാ എന്നൊരു അറിയാൻ വേണ്ടി ഒരു ബുക്ക്ലെറ്റ് നമുക്ക് നൽകും. അപ്പോൾ ആ കാറ്റലോഗിൽ കാണുന്നതനുസരിച്ചാണ് നമ്മൾ ആ മെഷീൻ പ്രവർത്തിപ്പിക്കേണ്ടത്. അപ്പം അതുപോലൊക്കെ നമ്മൾ അത് നോക്കാതെ അറിയാതെ നമ്മൾ ആ മെഷീൻ പ്രവർത്തിപ്പിച്ചാലോ അത് കേടുവന്നു പോകും. അപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം ആ വസ്തുവിനെ നമ്മൾ അതുപോലെ സൂക്ഷിച്ചാൽ ആ വസ്തു പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നതുപോലെ ഇവിടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതോടൊപ്പം തന്നെ നമുക്ക് ഗൈഡ് ലൈൻസും തന്നിട്ടുണ്ട്. ഇതിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക്, മറ്റു ജന്തുക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ ആ പ്രകൃതിക്കനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. 10,000 വർഷം മുമ്പ് ഒരു പശു എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ആ പശു ജീവിക്കുന്നത്. അവർക്ക് മാറ്റമൊന്നുമില്ല. പക്ഷെ മനുഷ്യർക്കാണ് മാറ്റം വന്നത്. ബുദ്ധിയുള്ള മനുഷ്യർ ഈ ലോകത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു. അതെത്രത്തോളം ആവാം, അതിൻ്റെ പരിധി എന്തൊക്കെയാണെന്ന് ഈ ഗ്രന്ഥത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നു. ആ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചുകൊണ്ട് മാത്രമായില്ല, അതിൻ്റെ അർത്ഥസഹിതം നമ്മൾ പഠിക്കുമ്പോഴാണ് അതിൻ്റെ പൊരുളുകൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഭഗവാന് നാമം ശാസ്ത. ഇനി അടുത്തത് വിശ്രുതാത്മാ. ആരാണോ നല്ലതുപോലെ വിശേഷണ ശ്രുതം എന്ന് വെച്ചാൽ ശ്രവണം എന്നർത്ഥം, കീർത്തി എന്നൊക്കെ അർത്ഥം. വിശേഷണാശ്രുത സത്യജ്ഞാനാദിലക്ഷണ ആത്മാദ വിശ്രുതാത്മാ. നല്ലതുപോലെ ശ്രവിക്കപ്പെടുന്നവൻ. ഏത് രൂപത്തിൽ? സത്യജ്ഞാനാദിലക്ഷണ ആത്മ. സത്യം, ജ്ഞാനം, അനന്തം മുതലായ ലക്ഷണങ്ങളിലൂടെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമെല്ലാം ഏതൊരുവനെ കുറിച്ചാണോ വിശേഷമായി കീർത്തിക്കുന്നത് അതുകൊണ്ടവൻ വിശ്രുതാത്മാ. അപ്പൊ സർവശാസ്ത്രങ്ങളാലും പ്രതിപാദിക്കപ്പെടുന്നവൻ എന്നും ഭഗവാനെ വിശ്രുതാത്മാ എന്ന് പറയുന്നു. ഇനി അടുത്തത് സുരാരിക. ഇത് 78ാമത്തെ നാമമാണ്. സുരൻ എന്നാൽ ദേവന്മാർ. സുരാരി എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ ശത്രു. അതാരാണ്? അസുരൻ. അതിനെ ഹാ എന്ന് പറഞ്ഞിരിക്കുന്നു, സുരാരിഹ. അപ്പൊ അതിനെ ഹനിക്കുന്നവൻ. സുരാരീണാം ഹന്ത, സുരാരീണാം നൃഗൃന്ത. അപ്പൊ സുരാരികളെ നിഖരിക്കുന്നവനായതുകൊണ്ട് ഭഗവാനെ സുരാരിഹ എന്നു നാമം. അതായത് ധർമ്മം പാലിക്കുന്നവനാണ് സുരന്മാര്, ദേവന്മാര്. അധർമ്മം പ്രവർത്തിക്കുന്നവരാണ് അസുരന്മാര്. അപ്പൊ എല്ലാ കാലത്തും ഈ അസുരന്മാര് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇടയിലും ധർമ്മത്തെ ലംഘിച്ച് ജീവിക്കുന്നവര് അസുരന്മാരായിട്ട് അവരെ കണക്കാക്കാം എന്ന് പറയപ്പെടുന്നു. ഹരി ഓം.